Good afternoon, all. Good afternoon. Good afternoon. Good afternoon. Okay, audited കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നോ? സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. വായിച്ചു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഫീൽ ചെയ്തവരുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മള് എവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്? ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് വരെയാണ് എടുത്തു നിർത്തിയത് അല്ലേ? അല്ലേ, കണ്ടിന്യൂ ചെയ്യാം. ഇനി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരുന്ന ഒരു അവലോകനമാണ്. ഏത് രീതിയിൽ നമുക്ക് ഓഡിറ്റ് നടത്താനായിട്ട് സാധിക്കും, ഇതിനെ കുറിച്ചിട്ട് വേണമെങ്കിലും അവലോകനം നടത്താൻ സാധിക്കും. തീർച്ചയായിട്ടും ഇങ്ങനെ അവലോകനം നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ട് എങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ സേവനങ്ങളൊക്കെ ലഭ്യമാക്കി അല്ലെ, ഏത് രീതിയിലും നല്ലൊരു സേവനം കാഴ്ചവെക്കാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ അവലോകനങ്ങളെല്ലാം നടത്തുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളാണ്, എന്തൊക്കെ പങ്കാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ചെറിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ടാവും അല്ലേ? അതായത് ഓഡിറ്റുമായിട്ട് വരുമ്പോൾ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായെങ്കിൽ അതൊക്കെ പരിഹരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതാണ് മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് പോയിന്റ് നോക്കാം. ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. എല്ലാവരും കേറുന്നതേ ഉള്ളൂ. എല്ലാവരും പേജൊക്കെ ഷെയർ ചെയ്യുക. സാധാരണ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സുകളാണ് കിട്ടാറ് അല്ലെ. ഇന്ന് നമുക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഫസ്റ്റ് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് അല്ലെ, അവിടെ എന്താണ് വർക്കേഴ്സിന് വർക്കിംഗ് എൻവയോൺമെന്റ് പ്രദാനം ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാം. ഇൻ കേസ് നമ്മൾ അവലോകനം നടത്തിയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അല്ലെ, അവിടെ എംപ്ലോയിക്ക് അതായത് തൊഴിലാളികൾക്ക്, അതായത് ഇൻ കേസ് ഹോസ്പിറ്റൽ ആണെങ്കിൽ നഴ്സുമാർക്ക്, ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ ഒരുക്കി കൊടുക്കണം. Then to provide facilities, resource and smooth supply. സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന് പറയുമ്പോൾ അതില് എല്ലാ തരത്തിലുള്ള റിസോഴ്സസും പെടുന്നുണ്ട് അല്ലെ. ഈ പറഞ്ഞ മാതിരി നമ്മുടെ എൻവയോൺമെന്റിന് ആവശ്യമായിട്ട്, അതായത് അവിടെ എന്തെങ്കിലും ഫർണിച്ചറും സംഭവങ്ങളൊക്കെ അത്തരത്തിലുള്ള സെറ്റുകൾ പോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസും അല്ലെ, എന്തെങ്കിലും രീതിയിലൊക്കെ അവിടെ കുറവുകൾ ഉണ്ടായെങ്കിൽ അല്ലെ, ദൗർലഭ്യങ്ങൾ ഉണ്ടായെങ്കിൽ അതെല്ലാം മാറ്റി അവർ മതിയായ രീതിയിലുള്ള റിസോഴ്സസ് വിഭവങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക. എങ്കിൽ മാത്രമാണ് നമുക്കറിയാം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പ്രവർത്തനങ്ങള് സുഗമമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീണ്ടും ടു മോട്ടിവേറ്റ് ടു enable the medical care providers to work enthusiastically, എന്നുവെച്ചാൽ ഉത്സാഹത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ അല്ലെ. നമ്മള് നേരത്തെയൊക്കെ അല്ലെ കഴിഞ്ഞ HRM ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും എന്താണ് അവർക്ക് നല്ല സ്മാർട്ടായിട്ട് അല്ലെ, നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അല്ലെ. ചിലപ്പോ വേണമെങ്കിൽ ഓവർ ടൈം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സാലറി കൂടി കൊടുക്കേണ്ടതുണ്ടാവാം. അതല്ല എങ്കിൽ ഇൻ കേസ് അല്ലെ ഷിഫ്റ്റ് ഡ്യൂട്ടികൾക്കൊക്കെ വേരിയേഷൻ ഒക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കണം അവർക്കല്ലേ. നല്ല രീതിയിൽ, അതായത് നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് എന്ന് മാത്രമല്ല പക്ഷെ കൂടിയും അല്ലെ നല്ല ആകർഷകത്വമുള്ള റിവാർഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴേ എന്താണ് അവർ ഇച്ചിരി കൂടി ആഗ്രഹത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ബട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രേരണകൾ എല്ലാം അല്ലെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഉള്ളവർ തന്നെയാണ്.
ആണോ? അവര് തന്നെയാണോ എല്ലാം ശരിയാക്കി കൊടുക്കേണ്ടത്? മാനേജ്മെന്റിന്റെ ഭാഗത്ത് അവരും കൂടി ഇടപെട്ടത് അല്ലെ? തീർച്ചയായിട്ടും അവിടെ നിന്ന് ലഭിക്കുകയാണെങ്കിലാണ് കൃത്യമായിട്ടെല്ലാം ഇത് ചെയ്തു കൊടുക്കാൻ സാധിക്കും അല്ലെ? ഓക്കെ. വീണ്ടും to attend patient complaint grievances by grievance redressal committee. അതായത് പേഷ്യന്റിന്റെ കംപ്ലൈന്റുകൾ ഉണ്ടാവാം, എല്ലാ പേഷ്യന്റും സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ പരാതികൾക്കെല്ലാം പരിഹാരങ്ങൾ കണ്ടെത്തണം അല്ലെ? പരാതി പരിഹാര കമ്മിറ്റികളെല്ലാം ഉണ്ടാവണം. അതനുസരിച്ചിട്ട് അവരുടെ പരാതികളൊക്കെ പരിഹരിച്ചു പോകണം. എങ്കിൽ മാത്രമാണ് ഈ ഓഡിറ്റ് ഒക്കെ നടത്തുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പൊ എന്തെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പരാതികളൊക്കെ സ്വീകരിക്കുമ്പോൾ അതെല്ലാം പരിഹരിച്ചു പോകാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓഡിറ്റ് കൊണ്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവാനായിട്ട് സാധിക്കുകയുള്ളൂ. to edit and to monitor media coverage, press notes. അതായത് നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവർക്ക് പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. എന്തെങ്കിലും അല്ലെ ഒരു പത്രപ്രവർത്തനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് തന്നെ എവിഡൻസുകൾ സമർപ്പിക്കണം. എവിഡൻസുകൾ സമർപ്പിക്കേണ്ടതായിട്ട് വരില്ലേ? തെളിവുകളൊക്കെ സമർപ്പിക്കേണ്ടതായിട്ട് വരില്ലേ? വരും അല്ലെ? അപ്പൊ നമുക്കറിയാം ഈ ഒരു അവലോകന റിപ്പോർട്ട് ഉണ്ടായെങ്കിൽ എന്താണ് അവർക്ക് കൃത്യമായിട്ട് എവിഡൻസോട് കൂടിയിട്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ അല്ലെ കൃത്യമായിട്ടുള്ള ആൻസറുകൾ പറയാൻ സാധിക്കും അല്ലെ? ടു എഡിറ്റ് ആൻഡ് മോണിറ്റർ മീഡിയ കവറേജ് പ്രസ് നോട്ട്സ് അല്ലെ? അപ്പൊ വ്യാജ വാർത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അറിയിക്കാനൊക്കെ ആയിട്ട് ഈ ഓഡിറ്റ് കൊണ്ട് പ്രധാനമായിട്ട് സാധിക്കും എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മൈൻഡാണ്. നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ടു റിവീൽ ദ ഗ്രേ ഏരിയാസ്. അതായത് ചില ഏരിയയിലെങ്കിലും അല്ലെ ചിലപ്പോഴൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ചില കാര്യങ്ങളിലൊക്കെ ചിലപ്പോ ഫ്രണ്ട് ഓഫീസിലെ സേവനങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ടൈം ടു ടൈമിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നുണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും. പക്ഷെ ചില സമയങ്ങളിലൊക്കെ എന്താണ് അവര് അൺസാറ്റിസ്ഫൈഡും ആവാം അല്ലെ? അവിടെയുള്ള പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവാതിരിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള സർവേകൾ അത് കൃത്യമായിട്ട് തന്നെ പരിശോധിച്ച് എന്തൊക്കെയാണ് അല്ലെ ഇങ്ങനെ അൺഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഫേവറബിൾ ആക്കി മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് അതിനെ മുൻകൈ ആയിട്ട് വരും. വീണ്ടും ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ് ആസ് സജസ്റ്റഡ്. അതായത് ഇപ്പോ നിലനിർത്തി അല്ലെ ഒരു ഇതിൽ നിന്ന് വിട്ടുപോകാനായിട്ട് പോകുന്ന ഒരു സ്റ്റാഫുകളാണെങ്കിൽ ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ് ആസ് സജസ്റ്റഡ് അല്ലെ? അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് നിർബന്ധിതരായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവരോട് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ചോദിക്കാം. എന്തുകൊണ്ടാണ് അല്ലെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് കാര്യം എടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ സേവനങ്ങൾ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെ? അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് അങ്ങനെ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യിപ്പിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് പുതിയ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും നല്ല തീരുമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ചെയ്യാനായിട്ട് പറ്റും. വീണ്ടും ടു ഫ്രെയിം ക്ലിയർ ഔട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. എപ്പോഴും നമുക്കറിയാം ഒരു ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലക്ഷ്യം അല്ലെ? എപ്പോഴും നല്ല നല്ല തീരുമാനങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല നയങ്ങൾ രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കും അല്ലെ? ഒരു നല്ല ഒരു ഇതിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നല്ലൊരു അവലോകനം നടത്തിയാലാണ് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഒരു സ്റ്റാൻഡേർഡ് വെച്ച് ഒരു ആക്ച്വൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ അല്ലെ നേടി ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റാത്തത്, പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള നയങ്ങളെല്ലാം രൂപീകരിക്കേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്കാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം എന്താണ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ചെയ്യാനുള്ള പങ്കാണ് വിവരിച്ചത്. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? നമ്മൾ വായിച്ചു നോക്കുക.
അവിടെ ഗ്രേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നല്ലതല്ലാത്തൊരു മേഖല, അതായത് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ഇത്, അതാണ് അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മള് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, പഠിക്കും എന്തായാലും. അതില് ഒക്കെ പ്രധാനപ്പെട്ട ഉത്സാഹത്തോടുകൂടി നമുക്ക് ഉത്സാഹത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെ, അത് പ്രേരിപ്പിച്ച്, അത് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരാണ് ചെയ്തു കൊടുക്കേണ്ടത് അല്ലെ. മോട്ടിവേറ്റ് എനേബിൾഡ് മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സ് അവർ തന്നെയായിരിക്കണം ഈ ഉത്സാഹത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള പ്രേരക ഘടകങ്ങൾ നടപ്പാക്കി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അവലോകനം നടത്തുമ്പോൾ നമുക്കറിയാം എന്താണ് വർക്കേഴ്സ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാത്തതിന്റെ കാരണം ഒരുപക്ഷെ എന്താണ് അവരുടെ സാലറി, മതിയായ സാലറി ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് വർക്കുകൾ കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് മതിയായ ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് അവർക്ക് നല്ല രീതിയിൽ മോട്ടിവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ, പ്രേരക ഘടകങ്ങൾ. അപ്പൊ ആക്ച്വലി എന്താണ് അവർ നല്ല എഫിഷ്യന്റോടുകൂടിയിട്ട് വർക്ക് ചെയ്യും. ഇൻ കേസ് സാലറി കൂട്ടി കിട്ടും എന്നുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഒരു ഓവർ ടൈം ചെയ്യാനായിട്ട് തയ്യാറാവില്ലേ. ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താൽ സാലറി കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ചെയ്യാൻ തയ്യാറാവുള്ളൂ അല്ലെ. അതേമാതിരി തന്നെ ഇൻ കേസ് അല്ലെ ഒരു ട്രിപ്പ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാതെ ഈ ഒരു പ്രൊജക്ട് തീർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ എങ്ങനെയെങ്കിലും ആ പ്രൊജക്ട് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കും. കാരണം അവരുടെ മൈൻഡിലേക്ക് ഒരു ട്രിപ്പിന് പോകാം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും അല്ലെ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പാക്കേജസ് ഒക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുവരുന്നതും ആര് തന്നെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്. അപ്പൊ അവലോകനം നടത്തിയതിനു ശേഷം മാത്രമാണ് അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അവിടെ എന്താണ് അവിടെയുള്ള വർക്കേഴ്സ് ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഏതെങ്കിലും പോയിന്റ്? അതേമാതിരി തന്നെ ഗ്രേ ഏരിയാസ് എന്ന് പറഞ്ഞതും അതായത് അൺഫേവറബിൾ ആയിട്ട് അല്ലെ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലെ. അവർക്ക് അവരുടെ ടൈം ഒരിക്കലും വേസ്റ്റ് ആവാൻ പാടില്ല, നല്ല ഗുണനിലവാരത്തോടുള്ള സേവനങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കണം. ഇപ്പൊ ഏത് ഭാഗത്താണ് കുറവെന്ന് കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഓഡിറ്റ് നടത്തേണ്ടതുണ്ട്. ആ ഓഡിറ്റ് നടത്തിയത് മാത്രം കൊണ്ട് കാര്യമില്ല, അവിടെ അതിനനുസരിച്ചിട്ടുള്ള കറക്ഷൻ അല്ലെ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ കറക്ഷൻ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അത് ആരുടെ ഭാഗത്തു നിന്നായിരിക്കും? അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്തു നിന്നായിരിക്കണം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നടപ്പാക്കേണ്ടത്. ഓക്കെ, എന്റെ പോയിന്റും ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്തെങ്കിലും ജസ്റ്റ് പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾ വിവരിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ വായിക്കാൻ സമയം തരുന്നത്. ഇവിടെ വീണ്ടും അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണെങ്കിലും ജസ്റ്റ് ഒരു കുഞ്ഞ് സെന്റൻസിൽ അങ്ങനെ പറഞ്ഞു പോവുകയാണ് അല്ലെ. അവിടെ മനസ്സിലാക്കി എടുക്കണം എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് എന്നുള്ളത് അല്ലെ. നമുക്ക് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി, അതായത് നമുക്കറിയാം ഇത് അവലോകനം എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ട് തന്നെ ഒരു സ്റ്റഡി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് അല്ലെ. ഒരു മനസ്സിലാക്കുന്ന സ്റ്റഡിയിലും കറക്റ്റ് ആയിട്ടുള്ള ആക്ച്വൽ പെർഫോമൻസും വ്യക്തമായിട്ട് തന്നെ നിരീക്ഷിച്ച് അറിഞ്ഞിട്ട് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെ. ഞാൻ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അല്ലെ. പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് മനസ്സിലാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അല്ലെ. നമ്മളിപ്പോ അവലോകനം നടത്തുമ്പോഴാണ് എന്തൊക്കെ പോരായ്മകളാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഇൻ കേസ് അവലോകനം നടത്തിയില്ലെങ്കിൽ എന്താണ് പോരായ്മകൾ കണ്ടെത്താൻ സാധിക്കില്ല. ഇൻ കേസ് അവരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവരെ റിവാർഡൊക്കെ കൊടുത്തുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്ത് കൂടുതൽ ഉത്സാഹശീലമുള്ളവരാക്കി തീർക്കാനൊന്നും സാധിക്കില്ല അല്ലെ. അപ്പൊ എന്താണ് അവരെ ഇൻ കേസ് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഓഡിറ്റ് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. വീണ്ടും റിസോഴ്സ് എഫക്റ്റീവ്, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ഒരു അഡ്വാൻറ്റേജസ് ആണ്. അതുപോലെ തന്നെ പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്, അതായത്
മനസ്സിലാക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നു. ഓഡിറ്റ് നടത്തുമ്പോഴാണ് നമുക്ക് ക്ലിയർ പിക്ചർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ റിസോഴ്സ് എഫക്റ്റീവ്, അതായത് ഉള്ള വിഭവങ്ങളെല്ലാം ഫലപ്രാപ്തിയോട് കൂടിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അല്ലെ, ചിലപ്പോഴൊക്കെ ചില വിഭവശേഷി ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഓഡിറ്റ് നടത്തുമ്പോഴായിരിക്കും ഓക്കെ ചിലപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് അവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ എന്താണ് മെഷീനറി ആണെങ്കിലും എന്തിനെ കുറിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് അവലോകനം നടത്താം അല്ലെ. അപ്പൊ എന്താണെങ്കിലും അത് അവലോകനം നടത്തുമ്പോഴാണ് ഓക്കെ അവിടെയുള്ള റിസോഴ്സസ് ഒക്കെ വിഭവങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ റിസോഴ്സസ് ഫലപ്രാപ്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഈ തരത്തിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ്സ്, അതായത് നല്ല നല്ല സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. ഒരിക്കലും നമ്മള് എന്താണ് നമ്മൾ ആ സ്റ്റേജസിൽ കണ്ടായിരുന്നു അല്ലെ, സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് ലാസ്റ്റ് ഒരു പ്രോസസ് എന്ന് പറയുന്നത് റീഓഡിറ്റ് ആണ് അല്ലെ. റീഓഡിറ്റ് നടത്തുമ്പോൾ വീണ്ടും സ്റ്റാൻഡേർഡും കൊടുത്ത അല്ലെ, നമ്മൾ കറക്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീണ്ടും പരിശോധന നടത്തുന്നുണ്ട് അല്ലെ. റീഓഡിറ്റ് നടത്തുന്നു, ഓക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് അവലോകനം ചെയ്യുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ അവലോകനം ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മളൊരു നല്ലൊരു മാനദണ്ഡത്തിലേക്ക് എത്തി നിൽക്കുന്നു അല്ലെ. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന മാനദണ്ഡത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയറിലും വേണമെങ്കിൽ ആ ഒരു ബേസിന് എടുത്തിട്ട് നമുക്ക് കറന്റ് ആയിട്ടുള്ള പെർഫോമൻസ് പ്രകടനങ്ങളൊക്കെ വിലയിരുത്താനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ ഒരു 5 മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ ഒരു എക്സ്റേ അല്ലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ പെർഫോമൻസുകളൊക്കെ ചെയ്തത്. അപ്പൊ ആ എക്യുപ്മെന്റ് മതിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? അത് മതിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത്രയും തന്നെ എക്യുപ്മെന്റ് മതിയാവും ഇനി നെക്സ്റ്റ് ടൈമിൽ അല്ലെ. അതെല്ലാം അതിനേക്കാൾ കൂടുതൽ എക്യുപ്മെന്റ് ആവശ്യമാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്, അതിനേക്കാൾ കൂടുതൽ എക്യുപ്മെന്റ് ആവശ്യമാണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അല്ലെ, അത് നടപ്പാക്കേണ്ടതായിട്ട് വരും. ദെൻ അത്രയും അധികം കൂടിയ എമൗണ്ടോട് കൂടിയ എക്യുപ്മെന്റ്സിന്റെ ലിസ്റ്റ് ആയിരിക്കും നെക്സ്റ്റ് ഇയറിൽ നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ നെക്സ്റ്റ് ഇയറിൽ ഓക്കെ അതുകൊണ്ട് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ മാനദണ്ഡങ്ങൾക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് ഈ ഒരു അവലോകനം കൊണ്ട് സാധിക്കുമെന്ന്. അതേപോലെ എന്തിനെ കുറിച്ചിട്ടും നമുക്ക് അവലോകനം നടത്താം അല്ലെ. ഇപ്പോൾ ഒരു മെഷീന്റെ കാര്യം മാത്രമേ പറഞ്ഞത്, ഹ്യൂമൻ റിസോഴ്സസിന്റെ കാര്യത്തെ കുറിച്ചിട്ടും അല്ലെ എന്തിനെ കുറിച്ചിട്ടും നമുക്ക് അവലോകനം നടത്താവുന്നതാണ്. വീണ്ടും എന്താണ് സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ഒരെണ്ണം കൂടിയുണ്ട്, അതായത് പ്രൊമോട്ട്സ് ചേഞ്ചസ്, മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലെ. എപ്പോഴും നമുക്കറിയാം ചിലപ്പോൾ പോരായ്മകളായിരിക്കാം, ചിലപ്പോൾ പോരായ്മകളെക്കാൾ ഉപരി പ്രോഗ്രസീവ് ആയിട്ടുള്ള കണ്ടെത്തലുകളായിരിക്കാം ഉണ്ടാവുക അല്ലെ. എന്താണെങ്കിലും നമുക്ക് മാറ്റങ്ങൾ അല്ലെ അതിന് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും. കേസ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു നിലപാടാണ് നമ്മൾ അവലോകനം ചെയ്ത് കിട്ടിയതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ നമുക്ക് അതിനെ ഇന്നുകൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. അതെല്ലാം പോരായ്മയോട് കൂടിയിട്ടുള്ള ഒരു അവലോകന റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയെങ്കിൽ എന്താണ് ആ പോരായ്മകൾ മാറ്റാനുള്ള റെമഡിയൽ ആക്ഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ എപ്പോഴും ഒരു മാറ്റത്തിന് വിധേയമാകാനായിട്ട് ഈ ഓഡിറ്റ് നടത്തുമ്പോൾ ഒരു മാറ്റം കൂടിയും അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും. ക്ലിയറാവുന്നില്ലേ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ, ഉറവിടങ്ങൾ അല്ലെ. നമ്മുടെ വിവരങ്ങളുടെ ഉറവിടങ്ങൾ കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ചിലപ്പോൾ മെഡിക്കൽ റെക്കോർഡ്സ് ആയിരിക്കും, നല്ല നല്ല ഡോക്യുമെന്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് എന്തെങ്കിലും ഉറവിടങ്ങൾ കണ്ടെത്തിയിട്ടായിരിക്കും നമ്മൾ അവലോകനങ്ങളൊക്കെ നടത്തുന്നത് അല്ലെ. ഒരു സ്റ്റാൻഡേർഡ് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇന്റേണൽ ആയിട്ടുള്ള ഉറവിടങ്ങൾ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ നല്ല ബെറ്റർ അല്ലെ. ഇപ്പൊ ഒരേ സ്ഥാപനം തന്നെ മറ്റൊരു സ്ഥാപനം ഇതേമാതിരി തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനത്തിൽ കൂടുതൽ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു മാനദണ്ഡം വെച്ചിട്ടായിരിക്കും ഇവിടെ അവലോകനം നടത്തുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഭേദഗതികൾ വരുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ഈ ഉറവിടങ്ങൾ കണ്ടെത്താനായിട്ടും ഇതുകൊണ്ട് ഈ ഒരു ഓഡിറ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ് എന്താണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്? സൗഹൃദത്തോട് കൂടിയിട്ട് മുന്നോട്ട് നയിക്കാൻ, സൗഹൃദത്തോട് കൂടിയിട്ട് മനസ്സിലാക്കാനേ സാധിക്കും അല്ലെ. ഒരു അവലോകന റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും കുറിച്ച് അല്ലെ പരസ്പരം യോജിച്ച് നിന്നുകൊണ്ടാണ് അവലോകനം നടത്തുന്നത് അല്ലെ. ഒരു കമാൻഡ് ആൻഡ് ഓർഡർ കൊടുത്തുകൊണ്ടുള്ള ഒരു അവലോകനമല്ല നമ്മൾ നോക്കുക. എല്ലാവരും പ്രവർത്തനത്തിന്റെ ഇടയിൽ കൂടി തന്നെ അവലോകനം നടത്തുന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അല്ലെ.
അതേമാതിരി തന്നെ നേരത്തെ കൂട്ടിയുള്ള റെക്കോർഡുകൾ പരിശോധിച്ച് അവലോകനം നടത്തുന്നതാണ്. അപ്പൊ എന്താണ് പരസ്പരം തന്നെ മനസ്സിലാക്കി പോകാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. ഒരു അവലോകനം നടത്തുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള പേഴ്സൺസിനൊക്കെ ഓക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് എടുത്ത് നമ്മൾ ഈ വർഷം നോക്കുമ്പോൾ എന്താണ് അവലോകനം നടത്തുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ് എന്തെങ്കിലും ഒന്നിച്ച് തന്നെ സഹപ്രവർത്തകർക്ക് ഒന്നിച്ച് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓ നമ്മൾ ഇത്തിരി ബയറാണ് അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി ബെറ്റർ ആണ് അല്ലെ, ഒരു വ്യത്യാസം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇല്ലേ? അങ്ങനൊരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഓഡിറ്റ് നടത്തുമ്പോൾ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് പറയുന്നത്, സൗഹൃദമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് അല്ലെ, ഇപ്പൊ വർക്കേഴ്സിനോടൊപ്പം തന്നെ. പരാതി പരിഹാര കമ്മിറ്റിക്കൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോ എന്താണ് ഒന്നിച്ച് തന്നെ അവർക്ക് എല്ലാവർക്കും അവയർനെസ് മനസ്സിലാവും അല്ലെ. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനാണ് ഈ ഒരു ഓഡിറ്റുമായി ബന്ധപ്പെട്ട സഹകരിക്കേണ്ടി വരുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ചെയ്ത ഡ്യൂട്ടികളൊക്കെ എത്രത്തോളം നല്ലതായിരുന്നു, എത്രത്തോളം കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് നമുക്ക് ഈ പ്രൊജക്റ്റ് കൈകാര്യം ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ സാധിച്ചില്ല അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ വെരിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള റെമഡികൾ പറഞ്ഞാണ് പരാതി പരിഹാരങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. Then involves പേഷ്യൻസ്, അതായത് പേഷ്യൻസിന് രോഗികളെ അവിടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓഡിറ്റ് നടത്താം അല്ലെ. നമ്മൾ എപ്പോഴും എന്താണ് അവിടെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലാണ് എങ്കിൽ രോഗികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അവലോകനം നടത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിനെല്ലാത്തിനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ട് അല്ലെ. ഓൺ ദ വേയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അവലോകനം നടത്താനായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പൊ പേഷ്യൻസിനെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവലോകനം നടത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജസിൽ എടുത്ത് പറയുന്നത്. ഓക്കെയാണോ? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ വിചാർ ചെയ്യുന്നൊക്കെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ പേരിലായിട്ട് അതിന്റെ പേര് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, അത് എന്താണ് അല്ലെ, എന്താണ് വിചാർ അഡ്വാൻറ്റേജസ് ഓഫ് അല്ലെ എന്നുള്ള രീതിയിൽ ചോദ്യം വരാം. അപ്പൊ എന്തിന്റെ അഡ്വാൻറ്റേജസ് ആണത്? ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെയാണോ? പിന്നെ രണ്ട് ഹെഡിങ് കൂടി ഉണ്ട്. എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തണ്ടെങ്കിൽ ചോദിക്കാം. എങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ് ആണ്. ഓക്കെ, പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റിൻ്റെതായിട്ടുള്ള പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ, ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്, അതായത് നല്ല കൃത്യമായിട്ടുള്ള അല്ലെ സംഘടിതമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡിന്റെ അഭാവം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ മെഡിക്കൽ റെക്കോർഡൊക്കെ ഉണ്ടാവണം എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നതും ശരിയാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും അതിന്റെ അഭാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, പുവർ ക്വാളിറ്റി മെയിൻ്റനൻസ്, അതായത് അപൂർണമായിട്ടുള്ള റെക്കോർഡുകളായിരിക്കും ചിലപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു അല്ലെ നല്ല റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് തന്നെ പരിപാലിച്ചു പോകുന്നുണ്ടാവില്ല. എന്തെങ്കിലും അപ്ഡേഷൻ ഒന്നും വരുത്തുന്നില്ല എങ്കിൽ നമുക്ക് ആ റെക്കോർഡ് കൊണ്ട് എന്താണ് അവലോകനം നടത്താനായിട്ട് സാധിക്കുകയില്ല അല്ലെ. ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്, അതായത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് അല്ലെ. നടപടികളെ കുറിച്ചിട്ടുള്ള ഭയവും അല്ലെ, മെഡിക്കൽ ഇതിന്റെ മൂല്യത്തെ കുറിച്ചിട്ടുള്ള അഭാവം ഒക്കെ ഉണ്ടാവാം. എന്തെങ്കിലും അല്ലെ ഒരു ഇതിലെ റെക്കോർഡിൽ കൃത്യമായിട്ട് ചിലപ്പോഴൊക്കെ ചില റെക്കോർഡുകളിലൊന്നും കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തണമെന്നില്ല അല്ലെ. അവര് ചിലപ്പോ ആരെങ്കിലൊക്കെ പേടിച്ചിട്ട് അത് സത്യാവസ്ഥയൊക്കെ മൂടിവെക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അതേമാതിരി തന്നെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫിന്റെ നല്ല തൃപ്തികരമായിട്ടുള്ള സേവനം അല്ലെങ്കിൽ സംതൃപ്തമായിട്ടുള്ള ഒരു ഇതുകൾ കിട്ടുന്നില്ല എങ്കിലും എന്താണ് മെഡിക്കൽ റെക്കോർഡിൽ കൃത്യമായിട്ട് തന്നെ അവരെ രേഖപ്പെടുത്തണമെന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മെഡിക്കൽ റെക്കോർഡ് എടുത്ത് അവലോകനം ചെയ്യുമ്പോൾ എന്താണ് മോശമായിട്ടുള്ള രീതിയിൽ അവലോകനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഇഗ്നോറൻസ് ഓഫ് വാല്യൂ ഓഫ് മെഡിക്കൽ ഓഡിറ്റ് ബൈ എ ഹോസ്പിറ്റൽ,
ഹോസ്പിറ്റലാണെങ്കിൽ ഈ മെഡിക്കൽ ഓഡിറ്റിന്റെ ഒരു വാല്യൂ അല്ലെ അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ മെഡിക്കൽ റെക്കോർഡ്സ് എടുത്തുകൊണ്ട് അവലോകനം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഇൻ കേസ് നമുക്കറിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു രോഗത്തിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യണമെങ്കിൽ ആ കാലയളവിൽ ഏതെങ്കിലും രോഗങ്ങൾ ഇതേ കാലയളവിൽ വേറെ ഏതെങ്കിലും ഹോസ്റ്റലിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അവലോകനം ചെയ്യാന്ന് വെച്ച് നമ്മൾ റെക്കോർഡ്സ് എടുത്ത് നോക്കുമ്പോഴായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു രേഖകളൊന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് അവലോകനം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ഇഗ്നറൻസ് ഓഫ് വാല്യൂ മെഡിക്കൽ ഓഡിറ്റ് ബൈ ഹോസ്പിറ്റൽ അത് ചിലപ്പോ ചിലതിൽ നമുക്കറിയാം ചില മാറ്റങ്ങൾ വരുന്നതനുസരിച്ചിട്ട് അല്ലെ. ചില ഇയറിലൊക്കെ കറക്റ്റ് പങ്ക്ച്വലായിരിക്കും, ചിലപ്പോ ചില ഇയറിലൊക്കെ അത്ര അങ്ങനെ പങ്ക്ച്വലായിട്ടൊന്നും പോയി വരില്ല അല്ലെ. അപ്പൊ കൃത്യനിഷ്ഠത എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല എങ്കിൽ കൃത്യനിഷ്ഠമല്ലാതെയാണ് റെക്കോർഡിക്കലി അവര് കൈകാര്യം ചെയ്യണമെങ്കിൽ അത് അവലോകനം ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. വീണ്ടും എന്താണ് സപ്രഷൻ ഓഫ് ഫാക്ട്സ് റോങ് റിപ്പോർട്ട് അല്ലെ. എന്തെങ്കിലും സത്യങ്ങളൊക്കെ അടിച്ചമർത്തപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ റോങ് ആയിട്ട് ചിലപ്പോൾ രേഖപ്പെടുത്താം. ആരെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണയോ അല്ലെങ്കിൽ ആ ഇതിലുള്ള ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ എന്തെങ്കിലും അല്ലെ മസ്റ്റായിട്ടും ചെയ്യണം അല്ലെ. ചില കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കണം, ചിലതൊക്കെ റോങ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള നിലപാടുകളൊക്കെ സ്വീകരിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെ മേലധികാരികളിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും റെക്കോർഡിക്കലി രേഖപ്പെടുത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവലോകനം നടത്തുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ധാർമ്മിക വശങ്ങളും ഉണ്ട് അല്ലെ. ചിലപ്പോഴൊക്കെ സമ്മർദ്ദത്തിന്റെ പേരിലായിരിക്കും റെക്കോർഡൊക്കെ രൂപീകരിക്കുന്നത് അല്ലെ. റോങ് ആയിട്ടുള്ള രേഖകളൊക്കെ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ അവലോകനത്തിലും മാറ്റങ്ങൾ സംഭവിക്കും. ഏതെങ്കിലും പോയിന്റുകളൊക്കെ എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഇനിയിപ്പോ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. എന്തൊക്കെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിലോ ഉള്ളടക്കത്തിൽ ഉണ്ടായിരിക്കേണ്ടത്? ബാക്ക്ഗ്രൗണ്ട് അല്ലെ, പശ്ചാത്തലം. അതായത് ഇന്ന സമയങ്ങളിലാണ് ഈ ഓഡിറ്റ് നടത്തിയത്, ഇന്നത് കൊണ്ടാണ് ഈ ഓഡിറ്റ് നടത്തേണ്ടത് വന്നത് അല്ലെ. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് വെച്ചാൽ അതിന്റെ ഒരു അവലോകനം ഉണ്ടായിരിക്കും അല്ലെ. ഒരു ഇന്ന രീതിയിൽ ഇന്ന വ്യക്തികൾ വന്ന് ഇന്ന രീതിയിലൊക്കെയാണ് അവലോകനം നടത്തിയത്. ഒരു സാഹിത്യമായിട്ടുള്ള ഒരു റിവ്യൂ അതിലുണ്ടായിരിക്കണം. അതായത് ഏത് രീതിയിലാണ് ചെയ്തിരുന്നത്, ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഏത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് ഈ ഓഡിറ്റ് നടത്തിയത് അല്ലെ. മാനദണ്ഡത്തിന് പ്രധാനമുണ്ട് അല്ലെ. നമ്മളൊരു കമ്പാരിസൺ നടത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നല്ല കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവിടെ കമ്പാരിസൺ നടത്തേണ്ടത് അല്ലെ. ആക്ച്വൽ ആയിട്ടുള്ള പെർഫോമൻസ് വെച്ച് അവലോകനം നടത്തേണ്ടത്. അപ്പൊ ആ ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ്സുകളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കണം. മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്, അതായത് അടുത്ത പോയിന്റിൽ പ്രധാനമായിട്ട് പറയുന്നത് ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതൊക്കെ പ്രോട്ടോകോൾസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഉണ്ടായിരിക്കണം. റിസൾട്ട്സുകൾ, ഓക്കെ, നമുക്കറിയാം ഫലങ്ങൾ അല്ലെ. ഓഡിറ്റ് മൂലം ഉണ്ടായ ഫലങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പറയുമ്പോൾ ഉപയോഗിച്ച രീതികൾ അല്ലെ. നമ്മൾ പല രീതികൾ ഉപയോഗിച്ചിട്ട് ഓഡിറ്റ് നടത്താമെന്നുള്ള കാര്യം പറഞ്ഞു. അതേമാതിരി തന്നെ റിസൾട്ട് പല രീതികൾ ഉപയോഗിച്ച് ഓഡിറ്റ് നടത്താമെന്നുള്ള മെത്തേഡ്സുകൾ ഓർമ്മയുണ്ടോ? അറിയണ്ടോ? പോയോ? ഇങ്ങനെ സിമ്പിൾ ചാപ്റ്റർ ഇങ്ങനെ വിട്ടുപോവേനോ? മെത്തേഡ്സ് ഒക്കെ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട്. Methods used in audit: direct observation method, checklist, documentation or records. Okay. Questionnaires, interviews. Okay. ഇതിലെ ഏത് രീതി ഉപയോഗിച്ചിട്ടാണ് ഓഡിറ്റ് നടത്തിയത് നമുക്കുണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് അതില് അടുത്തതായിട്ട് പറഞ്ഞത്? എന്താണ് മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്, ദെൻ റിസൾട്ട്. അപ്പൊ ഏത് രീതിയിലാണ് നടത്തിയത് അതനുസരിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരിക്കണം. റെക്കമെൻഡേഷൻ ഫോർ ചേഞ്ച് അല്ലെ, നമ്മൾ കണ്ടായിരുന്നു. ചിലതൊക്കെ ഓക്കെ ആയിരിക്കും അല്ലെ, പറഞ്ഞ വിചാരിച്ച രീതിയിലൊക്കെ പ്രോഗ്രസീവ് ആയിട്ടുള്ള നിലപാടുകളൊക്കെ തന്നെയായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ ചിലതിനൊക്കെ മിക്കവാറും നമുക്കറിയാം ഒരുപിടി താഴ്ച ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെ. പക്ഷെ ചിലപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപിടി മുന്നിലായിരിക്കും അല്ലെ. ഇപ്പൊ എംപ്ലോയീസിന്റെ തൊഴിലാളികളുടെ ആവശ്യം ഇപ്പോൾ നന്നേ കുറവാണ്. കാരണം
മെക്കാനിക്കലി എന്താണ് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ലോകം ആയതുകൊണ്ട് തന്നെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് പെട്ടെന്ന് കൈകാര്യം ചെയ്ത് പോകാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഇച്ചിരി പ്രോഗ്രസീവ് ആയിരിക്കും അല്ലെ. എന്ത് തന്നെയാണെങ്കിലും ആ ചേഞ്ചസിനെ സംബന്ധിച്ച് ശുപാർശ ചെയ്യണം അല്ലെ. ഇന്നത് വേണം ഇന്നത് വേണ്ട എന്നൊക്കെ ശുപാർശ ചെയ്യേണ്ടതുണ്ടാവാം. റെക്കമെൻഡേഷൻസ് ഫോർ ഫർദർ ഓഡിറ്റ്, ഇനി ഫർദർ ഓഡിറ്റ് വേണോ വേണ്ടേ എന്നുള്ള ശുപാർശയും അതിൽ ഉൾപ്പെടാം. ഇതില് കണ്ടന്റ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടാം. ഓക്കെയാണോ? അഡ്വാൻറ്റേജസില് റേസ് സ്റ്റാൻഡേർഡ്സ് അല്ലെ, ഫോർത്ത് പോയിന്റ്. അതായത് സ്റ്റാൻഡേർഡ്സ് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ്സ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ ഓഡിറ്റ് നടത്തുമ്പോൾ നല്ലതാണ് എങ്കിൽ അല്ലെ സ്റ്റാൻഡേർഡ്സ് ഓക്കെ നമ്മള് പരിശോധിച്ചതെല്ലാം നല്ല ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ കറന്റ് അല്ലെ പ്രോസസ്സൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതെങ്കിൽ കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് ഓക്കെ ആണെന്ന് മനസ്സിലാവും. ആ സ്റ്റാൻഡേർഡ് വെച്ച് തന്നെ നമുക്ക് ആ നിലവാരമുള്ള സ്റ്റാൻഡേർഡ് തന്നെ ഉപയോഗിച്ച് ഇനിയും നമുക്ക് അവലോകനം നടത്താനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഒന്നുകൂടി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും അല്ലെ. ആ സ്റ്റാൻഡേർഡ് അതിന് കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ അവലോകനം നടത്തിയതിനു ശേഷം എന്താണ് റെക്കമെൻഡ് ചെയ്യും അല്ലെ, ഇന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം അല്ലെ, അതനുസരിച്ചിട്ട് ഉൾപ്പെടുത്തും. അപ്പൊ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മാനദണ്ഡം വീണ്ടും നമുക്ക് കിട്ടും അല്ലെ. ഇൻ കേസ് ഫോർ എക്സാമ്പിൾ ഒരു വാർഡില് ഒരു 5 നഴ്സുമാരുടെ ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതിനനുസരിച്ചിട്ട് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഒരു പേഴ്സണേയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും പേഴ്സൺസിനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. എന്താണ് അടുത്ത പ്രാവശ്യം അപ്പോ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ 6 പേഴ്സണെ വെച്ചിട്ടാണ് ആ വാർഡ് കൈകാര്യം ചെയ്തത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള മാനദണ്ഡം എന്നുള്ള വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു. അപ്പൊ സ്റ്റാൻഡേർഡ്സുകൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ, നല്ല രീതിയിൽ ഉള്ള മാനദണ്ഡമാണ് എങ്കിൽ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെയാണോ? വീണ്ടും എന്താണ് 7th പോയിന്റ്, peer led and peer understanding അല്ലെ. അവിടെ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്, ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ തന്നെ വെച്ച് നോക്കാം. ഇപ്പൊ ഒരു വാർഡ് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു ഒരു 5 പേരെ അല്ലെ ആണ് ഉൾപ്പെടുത്തിക്കൊണ്ട് വാർഡ് കൈകാര്യം ചെയ്തെന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയത് അല്ലെ. നേരത്തെ കൂട്ടി 5 പേരെ വെച്ചിട്ടായിരിക്കും ആ വാർഡ് കൈകാര്യം ചെയ്ത് പോയത്. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ 5 പേരെ കൊണ്ട് കുറച്ചും കൂടി പേഷ്യൻസിനെ കൂട്ടി കൈകാര്യം ചെയ്യാൻ പറ്റിയെങ്കിൽ എന്താണ് അവര് കോൺഫിഡൻസ് ആവും അല്ലെ, നമുക്ക് ആത്മവിശ്വാസം കിട്ടും. ഓക്കെ അത് നേരത്തേക്കാളും നന്നായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി അല്ലെ, ആ ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ എന്താണ് പിയർ ലീഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്, അവർക്ക് എന്താണ് അവർക്ക് നന്നായിട്ട് തന്നെ അത് ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. നല്ലൊരു ധാരണയിലേക്ക് അവർക്ക് നേതൃത്വം വഹിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അവലോകനം നടത്തി കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാക്കുന്നത് ഓക്കെ കഴിഞ്ഞ വർഷം ഇതേ വാർഡിൽ 5 പേര് നിയോഗിച്ചപ്പോൾ ഇത്ര പേഷ്യൻസിനെയാണ് കൈകാര്യം ചെയ്തത്. ഓക്കെ അതിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ പേഷ്യൻസിനെ ഉൾപ്പെടുത്തിയിട്ടും ഞങ്ങൾക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റിയെങ്കിൽ എന്താണ് അത് അവരുടെ നേട്ടം തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അവര് നേതൃത്വം വഹിക്കുന്നതൊക്കെ നല്ല പ്രോപ്പർ ആയിട്ട് തന്നെയാണ്. അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് നല്ല ധാരണയോട് കൂടിയിട്ട് എന്താണ് ഒന്നിച്ച് സൗഹൃദത്തോട് കൂടിയിട്ട് നേതൃത്വം വഹിക്കാനും മനസ്സിലാക്കി പോകാനൊക്കെ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു അവലോകനം നടത്തുമ്പോൾ ഓക്കെ അവരെ കൊണ്ട് കഴിഞ്ഞ വർഷത്തെ മാതിരി 5 പേരെ കൊണ്ട് ആ ഒരു വാർഡ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, എങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു അഡീഷണൽ ഒരു പേഴ്സണെ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരുന്നു. അത് പരിഹരിച്ചു പോകേണ്ടതായിട്ട് വരും. പക്ഷെ എന്താണ് ചിലപ്പോഴൊക്കെ അവർക്ക് നല്ല നേതൃത്വത്തോട് കൂടിയിട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ഇതുകൊണ്ട് സാധിക്കും. ക്ലിയർ ആയോ? ചെയ്യണോ? ഐഡിയ കിട്ടുന്നുണ്ടോ? ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് എപ്പോഴും അവലോകനം നടത്തുന്നത്. ഏതെങ്കിലും ഇയറിലൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് കമ്പാരിസൺ നടത്തുമ്പോൾ ആക്ച്വൽ പെർഫോമൻസുമായിട്ട് കമ്പാരിസൺ നടത്തുമ്പോൾ അത് എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും അത് എപ്പോഴും മെഷീന്റെ യൂട്ടിലൈസേഷൻ ആണെങ്കിലും ഹ്യൂമൻ റിസോഴ്സിന്റെ യൂട്ടിലൈസേഷൻ ആണെങ്കിലും
ഒരു ഫണ്ട് ഇറക്കി കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിലും അല്ലെ, എന്തിനാണെങ്കിലും നമ്മൾ ബിൽഡിങ്ങിന്റെ ഒരുപാട് റൂമുകൾ ഇത്ര റൂമിനുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയത്, ഇനി നെക്സ്റ്റ് ഇയറിൽ എത്രയും റൂമിനുള്ളിൽ ഇത്ര പേര് ഉൾക്കൊള്ളിക്കാൻ പറ്റിയോ അല്ലെ, അത് എന്തിനെ കുറിച്ചിട്ടും ഇവാലുവേഷൻ നടത്താം. അപ്പൊ പലതിനെ കുറിച്ചിട്ടും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അനുസരിച്ചിട്ട് സ്റ്റാൻഡേർഡുകൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നല്ല ഒരു മാനദണ്ഡങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു, നല്ല രീതിയിൽ ചേഞ്ചസുകൾ വരുത്താൻ സാധിക്കുന്നു, നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പരസ്പരം ധാരണയോടുകൂടിയിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. അത് അത്തരത്തിലുള്ള കുറെ അഡ്വാൻറ്റേജസും യോഡിക്ക് കൊണ്ട് നേടുന്നുണ്ട്. ഓക്കെയാണോ? ഏതെങ്കിലും പോയിന്റുകൾ ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമ്മുടെ ഓഡിറ്റിന്റെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. എന്തെങ്കിലും പോയിന്റുകൾ ഡൗട്ട് ഉണ്ടോ? ഒക്കെയാണെന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ, നോട്ട് ചെയ്യാൻ പറഞ്ഞു പോയിട്ടില്ലേ? ജസ്റ്റ് ഒന്ന് നോക്കി പോയിക്കോളൂ. Audit calculates the current practice against it defined desired standards അല്ലെ, അത് വെച്ചിട്ടാണ് ഓഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ എന്താണ് എപ്പോഴും എന്താണ് ഓഡിറ്റ് എന്ന് പറയുന്നത്, എന്താണ് ഡെഫിനിഷനിൽ പറയുന്നത്, സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ assessment of client delivery and evaluation of the service with regard to efficiency, effectiveness and quality within given resources അല്ലെ, അത് ആ ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കി വെക്കുക. ഞാൻ അതേപോലെ തന്നെ എന്തിനൊക്കെയാണ് ഓഡിറ്റ് നടത്തുന്നത് എന്നൊക്കെയുള്ള കാര്യം ജസ്റ്റ് മനസ്സിലാക്കി പോവാം. റൈറ്റ്, അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിച്ച് എയിംസ് അറ്റ് സേഫ്ഗാർഡിംഗ് എ ഹൈ ക്വാളിറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ അല്ലെ, പേഷ്യൻസിന് നല്ല ഹൈ ക്വാളിറ്റിയോടുകൂടിയുള്ള ക്ലിനിക്കൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓഡിറ്റുകൾ നടത്തുന്നത്. അതേമാതിരി തന്നെ CPA ഫുൾ ഫോമുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇന്റേണൽ എക്സ്റ്റേണൽ ഓഡിറ്റ്, മെഡിക്കൽ ഓഡിറ്റ്, ഈ പ്രധാനമായിട്ടും മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷണൽ ഓഡിറ്റ് അല്ലെ, പ്രധാനമായിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഓഡിറ്റുകൾ ഉണ്ട്. അതിന്റെയൊക്കെ ഫസ്റ്റ് ഡെഫിനിഷൻസ് ആ ലൈനുകളൊക്കെ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം അത് ഏതാണെന്നുള്ളത് ചോദിക്കാനായിട്ട് അല്ലെ. ഡാഷ് ഓഡിറ്റ് കവേഴ്സ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ക്ലിനിക്കൽ കെയർ ഇൻക്ലൂഡിംഗ് ദാറ്റ് പ്രൊവൈഡഡ് ബൈ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്. നമുക്ക് ഓപ്ഷനിൽ ഉണ്ടാവും മെഡിക്കൽ ഓഡിറ്റ് ആണോ, ഓർഗനൈസേഷണൽ ഓഡിറ്റ് ആണോ, ക്ലിനിക്കൽ ഓഡിറ്റ് ആണോ എന്നുള്ളത്. നമുക്കറിയാം മെഡിക്കൽ മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യുന്നത് ആ റിപ്പോർട്ടുകളിലൊക്കെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നു. ഓർഗനൈസേഷനിലാണെങ്കിൽ അതിന്റെ ഓർഗനൈസേഷനിലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രാക്ടീസുകൾ അല്ലെ, അവരുടെ പോളിസി നയങ്ങൾ, നയ രൂപീകരണങ്ങളുമായി ബന്ധപ്പെട്ട അവലോകനങ്ങളൊക്കെ ആയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. പിന്നെ ഏതൊക്കെ രീതിയിലുള്ള മെത്തേഡ്സ് ഓഫ് ഓഡിറ്റുകൾ മനസ്സിലാക്കി വെക്കുക. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്, രണ്ട് തരത്തിലുള്ള ഓഡിറ്റ് എടുക്കുന്നത് ഞാൻ ഇമ്പോർട്ടന്റ് പറഞ്ഞിരുന്നു. പർപ്പസുകളൊക്കെ ജസ്റ്റ് ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയാൽ അവിടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട്. വൈകാത്തൊന്നും പഠിക്കണമെന്നില്ല. അതേമാതിരി മെഡിക്കൽ ഓഡിറ്റിംഗ് കമ്മിറ്റി എപ്പോഴൊക്കെയാണ് കൂടുന്നത് എന്നുള്ളത്, അതിന്റെ മെമ്പേഴ്സ്, സ്റ്റേജസുകളാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ കൃത്യമായിട്ട് അതേ സ്റ്റേജസ്, ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കിയ. കാരണം വിച്ച് ഈസ് ദ തേർഡ് സ്റ്റേജ് ഓഫ് വർക്ക് എന്നുള്ള കണ്ടീഷനിലൊക്കെ ചോദിച്ചാൽ നിങ്ങൾ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. ടൈപ്സ് ഓഫ് ഓഡിറ്റ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിരുന്നു. പിന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലും ഞാൻ നിങ്ങളോട് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞല്ലേ. ഞാൻ അടുത്ത ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോ എന്തെങ്കിലും ഇനി കിട്ടുമ്പോയിട്ടുണ്ടോ? എന്തെങ്കിലും രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുമ്പോ ഐഡന്റിഫൈ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഡിറ്റ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. ഓക്കെ, അഡ്മിനിസ്ട്രേറ്ററിന്റെ പങ്ക് തന്നെയാണോ തന്നിരിക്കുന്ന പോയിന്റ്. ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു പോയി, നിങ്ങൾ നോട്ട് ചെയ്തില്ലേ? ഓക്കെ, ഓക്കെ. അപ്പോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാലോ.
നമ്മളെ മെഡിക്കൽ റെക്കോർഡ്സ് ആണ് അടുത്തത് എടുക്കാന്ന് വെച്ചത്. അതൊരു വലിയ ചാപ്റ്റർ ആണ്. നമ്മൾ ചെറിയ ചാപ്റ്ററിനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. വലിയ ചാപ്റ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം തേർഡ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ വലിയ ചാപ്റ്റേഴ്സ് കൂടി ഉണ്ട്. എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ലെങ്തി പേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കതൊക്കെ ഒന്ന് എടുത്ത് തീർക്കണം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തിരി സ്പീഡിൽ പോകാന്ന് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഓഡിറ്റ് നമ്മൾ അവസാനിപ്പിച്ചു. ഇനി നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് പോകാം. ഓക്കെ, എല്ലാവരുടെയും കയ്യിലില്ലേ മെഡിക്കൽ റെക്കോർഡ്സ്? ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാവരും വേഗം കണ്ടെത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ്? മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും നമ്മൾ അല്ലെ പറഞ്ഞൊക്കെ ഓഡിറ്റ് നടത്തിയപ്പോ നമ്മൾ കണ്ടിരുന്നു മെഡിക്കൽ റെക്കോർഡില് വെച്ചിട്ടാണ് അവലോകനങ്ങളൊക്കെ നടത്തുന്നത്. കാരണം മെഡിക്കൽ റെക്കോർഡ്സുകൾ എന്താണ് നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു രേഖകളാണ് അല്ലെ. ഏതൊരു പേഷ്യൻസ് ഇൻ കേസ് ഓരോ ഇയർ എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇന്ത്യൻ പേഷ്യൻസുകൾ ശിശുരോഗ വിഭാഗത്തിൽ ഇന്ത്യൻ പേഷ്യൻസ് ഇന്ത്യൻ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ വന്നോ അവരുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് കാര്യങ്ങളും അല്ലെ. ഓരോ പേഷ്യന്റിനെയും കുറിച്ചിട്ട് അവരുടെ OP നമ്പർ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സൂക്ഷിക്കേണ്ടത് അല്ലെ. അപ്പൊ അവിടെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇനി ഇടയ്ക്ക് കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ എന്തെങ്കിലും റിസർച്ച് നടത്താനാണെങ്കിലും സ്റ്റഡി നടത്താനാണെങ്കിലും അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പേഷ്യന്റിനെ അവരുടെ ഹിസ്റ്ററി കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിലും അവിടെ റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ആ ഒരു ചെറിയ രൂപരേഖ കിട്ടി അല്ലെ. അതിൽ നമ്മൾ കണ്ടു പലർക്കും ഗുണഭോക്താക്കളാണ് അല്ലെ. അവിടെ ഇൻ കേസ് ഗവേഷണ വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് അത് ഗവേഷണം നടത്താനായിട്ട് അല്ലെങ്കിൽ ഓഡിറ്റ് നടത്തണമെങ്കിൽ അവർക്ക് ആവശ്യമാണ്. പേഷ്യൻസിന് അവരുടെ ഹിസ്റ്ററി ഒന്ന് അറിയണമെങ്കിൽ അവർക്കത് ആവശ്യമാണ്. ഡോക്ടേഴ്സിന് പേഷ്യന്റിനെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ഹിസ്റ്ററി അറിയണമെങ്കിൽ അത് ആവശ്യമാണ്. അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് എത്രത്തോളം വേണമെന്ന് അറിയാനായിട്ട് അത് ആവശ്യമാണ് അല്ലെ. എല്ലാത്തിനും എന്താണ് റെക്കോർഡുകൾ അവിടെ മസ്റ്റ് ആയിട്ടും വേണം അല്ലെ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് അത് കീപ്പ് ചെയ്യുന്നത്. മെഡിക്കൽ റെക്കോർഡ് മീൻ who, what, why, where and when of a patient care to the hospital. Okay, പേഷ്യന്റ് അതില് ഒരു പേഷ്യന്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് ആ പേഷ്യന്റിനെ ശുശ്രൂഷിച്ചത്, എന്തുകൊണ്ടാണ് ആ പേഷ്യന്റ് അവിടെ വന്നത്, എന്താണ് അല്ലെ, എവിടെ നിന്നാണ് ആ പേഷ്യന്റിന് ചികിത്സാ കാര്യങ്ങളൊക്കെ ലഭ്യമായത്, എപ്പോഴാണ് ആ പേഷ്യന്റിന് ലഭ്യമാക്കി കൊടുത്തത് അല്ലെ. ടൈം ടു ഡേറ്റ്, ടൈം, പേഷ്യന്റിന്റെ നെയിം, പേഷ്യന്റിന്റെ അഡ്രസ് വിത്ത് പേഷ്യന്റിനെ ആരെ ശുശ്രൂഷിച്ചു അല്ലെ, പേഷ്യന്റിന് ഡയഗ്നോസിസുമായിട്ട് എന്തൊക്കെ പ്രൊസീജിയർ നടത്തി അതിന്റെ റിസൾട്ടുകൾ എന്തായിരുന്നു, എല്ലാം അല്ലെ. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇതിലുണ്ടാവും മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതൊരു ഭയങ്കര മൂല്യമുള്ള ഒരു സംഭവമാണെന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെ. ഇറ്റ് ഇസ് എ ലീഗൽ റെക്കോർഡ്, അതായത് നിയമപരമായിട്ടുള്ള ഒരു റെക്കോർഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഒരു ലീഗൽ ആയിട്ടുള്ള റെക്കോർഡ് തന്നെയാണ്. കാരണം നമുക്കറിയാം എന്താണ് ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ് എന്ന് വെച്ചാൽ നിയമപരമായിട്ടുള്ള ഒരു റെക്കോർഡ് തന്നെയാണ്. കാരണം നമുക്കറിയാം എന്താണ് നിയമരേഖയാണെന്ന് പറയാൻ കാരണം എന്താണ്, അതിൽ നിന്നാണ് എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നത് അല്ലെ. എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ കേസ് വരെ വർഷങ്ങൾക്ക് ശേഷം ഒരു കേസ് ഫയൽ ചെയ്താൽ വരെ നമ്മൾ എവിഡൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത് എവിടെ നിന്നാണ്, മെഡിക്കൽ റെക്കോർഡ് എടുത്തിട്ടായിരിക്കും അല്ലെ. അവിടെ ഇന്ന പേഷ്യന്റ് ഒക്കെ ശരിയാണ്, ഇന്ന പേഷ്യന്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് ചിലപ്പോൾ കേസ് വരുന്നത് എങ്കിൽ കൂടി അവർ ഇന്ന പേഷ്യന്റ് ഇവിടെ ഉണ്ടായിരുന്നു, ഈ സമയത്താണ് ആ പേഷ്യന്റ് ശുശ്രൂഷ നൽകിയത്, ഇന്ന ഡോക്ടറാണ് നൽകിയത്, ഇന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ഇങ്ങനെയാണ്, ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയത് ഇങ്ങനെയാണ് അല്ലെ. കൃത്യമായിട്ടുള്ള ഒരു രേഖ എന്ന് പറയുന്നത് എന്താണ്, മെഡിക്കൽ റെക്കോർഡ്സ് ആണ്.
അതുകൊണ്ട് തന്നെ അത് എന്താണ് ഒരു ലീഗൽ ആയിട്ടുള്ള റെക്കോർഡ് തന്നെയാണ്. ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇറ്റ്സ് എ ലീഗൽ റെക്കോർഡ്. ഡാഷ് ഇസ് എ ലീഗൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് ഇസ് എ ലീഗൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ്സ് favors the patient, consultants, hospital staff and hospital. ഓക്കെ, നമുക്കറിയാം ഇത് എല്ലാവർക്കും ഫേവറബിൾ ആണ്, എന്ന് വെച്ചാൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇൻ കേസ് പേഷ്യന്റിനാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ, ഹിസ്റ്ററി ചെക്ക് ചെയ്യാനായിട്ടൊക്കെ ഉപകാരപ്പെടുന്നു. കൺസൾട്ടൻസിനാണെങ്കിൽ ഉപകാരപ്പെടുന്നു. അതായത് ഇൻ കേസ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ഓക്കെ ഈ പേഷ്യന്റ് ഇന്ന സമയത്ത് വന്നിരുന്നോ, അല്ലെ എന്തൊക്കെ രോഗമാണ്, ഇയാളുടെ പാസ്റ്റ് ഹിസ്റ്ററിയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായോ, അല്ലെ അതൊക്കെ കണ്ടെത്താനൊക്കെ ആയിട്ട് മെഡിക്കൽ റെക്കോർഡാണ് പരിശോധിക്കുന്നത്. ഹോസ്പിറ്റൽ സ്റ്റാഫുകളാണെങ്കിലും അവരുടേതായിട്ടുള്ള ഹിസ്റ്ററികളും അവിടെയുണ്ട്, അല്ലെ അതിന് ഇന്ന റൂമിൽ ഇന്ന രീതിയിലാണ് അവർ വർക്ക് ചെയ്ത് അവരുടെ ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം തന്നെ അവിടെ റെക്കോർഡിക്കലി അവൈലബിൾ ആണ്, അല്ലെ. അപ്പൊ അവർക്കും അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കണമെങ്കിലും റെക്കോർഡിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. തന്നെ അതിന്റെ ഹോസ്പിറ്റല്, അല്ലെ ഹോസ്പിറ്റലിനും അവരുടേതായിട്ടുള്ള എല്ലാ രേഖകളും ഉണ്ട്, അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സേവനത്തെ കുറിച്ചിട്ടോ എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ടോ എന്തിനെ കുറിച്ചിട്ടും രേഖകൾ എന്ന് പറയുന്നതാണ് റെക്കോർഡിൽ നോക്കിയാൽ മതി. റെക്കോർഡ് അനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നിലനിന്ന് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. The legal aspects employs requirements and principles related to making the medical record, including its content, using and restraining the record, maintaining it, obtaining it, and releasing information from it. Okay, നമുക്കറിയാം നിയമപരമായിട്ടുള്ള വശങ്ങൾ, അല്ലെ അവിടെ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നാണ് നമുക്ക് ബന്ധപ്പെട്ട് ലഭ്യമാകുന്നത്. ഈ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആ റെക്കോർഡ് എടുത്തു കഴിയുമ്പോഴാണ് ആ റെക്കോർഡിൽ എന്തൊക്കെയാണ് ഉൾക്കൊണ്ടത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെ. നമ്മളിപ്പോ ഒരു ഓഡിറ്റിന്റെ കണ്ടന്റ് എടുത്ത് മാത്രമേ റെക്കോർഡിന്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ എന്താണ് അതിൽ പേഷ്യന്റിന്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, അല്ലെ. ഒരു ഓഡിറ്റ് നടത്തണമെങ്കിൽ തന്നെ പേഷ്യന്റിനെ കുറിച്ചിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്, അസുഖത്തിനെ കുറിച്ചിട്ടാണ് ഓഡിറ്റ് നടത്തണമെങ്കിലും, അല്ലെ എല്ലാത്തിനെയും കുറിച്ചിട്ട് ഓഡിറ്റ് നടത്താനൊക്കെ ആയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഇതിലുണ്ട്, ആ ഒരു റെക്കോർഡിൽ ഉണ്ടാവും, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അത് എപ്പോഴും എന്താണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അല്ലെ. അപ്ഡേഷനൊക്കെ വരുത്തി കൊണ്ടുപോകണം. ഓരോ പേഷ്യന്റ് വന്ന് അവരവരുടെ ഹിസ്റ്ററിയിൽ ആ ഒരു നമുക്കറിയാം അവർക്ക് ഒരു ഒപ്പി കാർഡ് ഉണ്ടാവും, അല്ലേ ഉണ്ടാവില്ലേ? ഓരോരുത്തർക്കും കാർഡ് നമ്പർ ഉണ്ടാവില്ലേ? ഓക്കെ, ആ നമ്പർ അനുസരിച്ചിട്ട് അവർ വീണ്ടും 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒ പി നമ്പർ വെച്ച് വരുന്നെങ്കിലും അവരുടെ ആ കാർഡിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ തന്നെയായിരിക്കും ആ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുന്നത്, അല്ലേ. അപ്പൊ എന്താണ് അതെല്ലാം തന്നെ റെക്കോർഡിക്കലി അത് അനുസരിച്ചിട്ട് തന്നെ അതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും, അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള തത്വാധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. മെഡിക്കൽ റെക്കോർഡ്സിനൊക്കെ ഒരു തത്വാധിഷ്ഠിതമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ആ റെക്കോർഡ്സിലേക്ക് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് the legal aspect includes requirements and principles related to making the medical records. നിയമവശങ്ങളും തത്വങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് മെഡിക്കൽ റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് കണ്ടന്റ്, അതിന്റെ ഉള്ളടക്കം അത് തന്നെയാണ്. യൂസിങ് ആൻഡ് റിസ്ട്രെയിനിങ് ദ റെക്കോർഡ്സ്, അത് ഉപയോഗപ്പെടുത്തുന്നതും, അല്ലെ. വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള തത്വാധിഷ്ഠിതമായിട്ട് തന്നെ രീതിയിലായിരിക്കും ചെയ്യുന്നത്, അല്ലെ. നമ്മൾ വീണ്ടും നമ്മൾ പറഞ്ഞു ആ നമ്പർ വെച്ചിട്ടായിരിക്കും വർഷങ്ങൾക്ക് ശേഷം ഈ പേഷ്യന്റ് വരുന്നതെങ്കിൽ ആ നമ്പറിൽ കൂടെ തന്നെയാണ് ഈ പേഷ്യന്റിന്റെ വീണ്ടും, അല്ലെ ആ രോഗകാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിലേക്ക് കയറ്റും. വീണ്ടും എന്താണ് ഒബ്റ്റെയിനിങ് ഇറ്റ് ആൻഡ് റിലീസിങ് ഇൻഫോർമേഷൻ ഫ്രം ഇറ്റ്. അപ്പൊ നമുക്കറിയാം അതിൽ നിന്ന് ഇൻഫോർമേഷൻസ് സ്വീകരിക്കുന്നതും അതിലേക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതും അതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും അത് ഫോളോ ചെയ്തുകൊണ്ട്, അല്ലെ. അതിനൊരു നിയമ പ്രാബല്യമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു പ്രിൻസിപ്പൽ വശം കൊണ്ടിരുന്നില്ല, അല്ലെ. ഒരു തത്വാധിഷ്ഠിതമായ രീതിയിലായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ലീഗൽ ആയിട്ടുള്ള എവിഡൻസ് ആയിട്ടുള്ള പേപ്പർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയായിരിക്കും അത് കൃത്യമായിട്ട് പോകുന്നത്, അല്ലെ. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ ഉള്ളില് എന്തെങ്കിലും ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ റെക്കോർഡ് വാല്യൂബിൾ അല്ലാണ്ട് വരും, അല്ലെ. ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെക്കോർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നിയമാധിഷ്ഠിത അല്ലെങ്കിൽ പ്രിൻസിപ്പൾ അധിഷ്ഠിതമായിട്ടുള്ള രീതിയിലായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലേ. ഓക്കെ, ഇനി വീണ്ടും മെഡിക്കൽ റെക്കോർഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ the hospital puts together
and it keeps the medical records mainly for the benefit of the patient. Medical records are also kept as a guide to consultants for the medical statistics researchers and the security of the physician, hospital staff and hospital against unfair criticism. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റെക്കോർഡ് എന്ന് പറയുന്നത് കീപ്പ് ചെയ്യുന്നത് പല പല ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്കറിയാം അതില് ഉള്ള ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് അല്ലെ, റെക്കോർഡിന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് എല്ലാവരും അതിൽ പെടാം അല്ലെ. ഇതില് പ്രധാനമായിട്ടും പറയുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പേഷ്യന്റ്. പേഷ്യന്റിനാണ് ഏറ്റവും ഗുണം കിട്ടുന്നത് അല്ലെ. നമ്മളിപ്പോ വർഷങ്ങൾക്ക് ശേഷം വന്നാലും അവർ ഏതൊക്കെ മെഡിസിൻ നോക്കിയാണ്, നമുക്ക് ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടായിരുന്നു, അപ്പൊ ഇതിന്റെ എന്താണ് സൈഡ് എഫക്റ്റ് ആണോ, ആഫ്റ്റർ എഫക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇന്ന മെഡിസിനായിട്ട് ബന്ധപ്പെടുന്ന പേഷ്യന്റ് ആണോ അല്ലെ, എല്ലാം തന്നെ അറിയാനായിട്ട് ആ മെഡിക്കൽ ഹിസ്റ്ററിയിൽ സാധിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആർക്കാണ്? പേഷ്യന്റിന്. അതുമായിട്ട് നല്ലൊരു ബെനിഫിറ്റ്. മെഡിക്കൽ റെക്കോർഡ്സ് ഓൾസോ കെപ്റ്റ് ആസ് എ ഗൈഡ് ടു കൺസൾട്ടൻസ്. നമ്മൾ പറഞ്ഞു കൺസൾട്ടൻസ് ആയിട്ടുള്ള വ്യക്തികൾക്ക്, ഇൻ കേസ് ഇൻഷുറൻസ് കൺസൾട്ടൻസ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ റെക്കോർഡ്സ് ഉപയോഗപ്രദമാണ് അല്ലെ. റെക്കോർഡ് അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. അവർക്കൊക്കെ അത് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുണ്ട് അല്ലെ, അവർക്കാണെങ്കിലും റെക്കോർഡ്സ് കൃത്യമായിട്ട് തന്നെ ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റൽ അഗെയിൻസ്റ്റ് അൺഫെയർ ക്രിറ്റിസിസംസ്, അതായത് അതിലൊരു പോയിന്റ് പോയി ഫോർ ദ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻസ്. ഈ ഗവേഷണങ്ങൾ എന്തെങ്കിലും നടത്തണമെങ്കിൽ സ്ഥിതിവിവരണ കണക്കുകളൊക്കെ പരിശോധിക്കാൻ റെക്കോർഡ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഗവേഷണ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ ദ സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻ അല്ലെ, അവിടെയുള്ള ഡോക്ടേഴ്സിനൊക്കെ സെക്യൂരിറ്റി നൽകുന്നതും ഈ ഒരു എവിഡൻസ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നിട്ട് വന്നാലും ഓക്കെ, ഈ കണക്കുകൾ ഈ ഒരു എവിഡൻസിന്റെ പ്രാബല്യത്തിലായിരിക്കും അവര് നിയമരേഖകളൊക്കെ സബ്മിറ്റ് ചെയ്തത് അല്ലെ. അപ്പൊ ഫിസിഷ്യൻ അതൊരു സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫിലാണെങ്കിലും ഹോസ്പിറ്റൽ അഗെയിൻസ്റ്റ് അൺഫെയർ ക്രിറ്റിസിസംസ്, അതായത് വിമർശനങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഹോസ്പിറ്റലിനും എതിരായ എന്തെങ്കിലും വിമർശനങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കാണെങ്കിലും ആ റെക്കോർഡ്സിൽ നിന്നുള്ള ഫലങ്ങൾ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി അത് നിങ്ങൾക്ക് വിവരിക്കാനായിട്ട് പലതരത്തിലുള്ള റെക്കോർഡ്സുകൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർക്കും വരുന്ന കാര്യങ്ങളൊക്കെ ഗുണങ്ങളൊക്കെ അതിൽ വിവരിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ വിവരിച്ച് പറയുന്നില്ല, ജസ്റ്റ് ഒരു പോയിന്റും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് പറഞ്ഞു നിർത്താം. കുഴപ്പമില്ലല്ലോ, കണ്ടിന്യൂ ചെയ്യുന്നേ. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ in the hospital lets in a patient, it enters into an implied contract to provide a service needed in the care and treatment of the patient. ഓക്കെ, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ നമുക്കറിയാം അവിടെ ആ പേഷ്യന്റ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ, അവര് നേടിയെടുക്കുന്ന എന്താണ്? സേവനമാണ് അല്ലെ. ഒരു സേവനം നേടിയെടുക്കുന്ന എന്താണ്? അവര് ക്യാഷ് പേയ്മെന്റ് ചെയ്തിട്ടാണ് ആ സേവനം നേടിയെടുക്കുന്നത്. അങ്ങനെ ഒരു എംപ്ലോയിയുടെ കോൺട്രാക്ട് അവിടെ അല്ലെ, ഒരു കോൺട്രാക്ട്, ഒരു കരാറിലേക്ക് ആ വ്യവസ്ഥയിലേക്ക് വരികയാണ്. അതായത് പേഷ്യന്റ് കൊടുക്കുന്ന പേയ്മെന്റിന്റെ അടിസ്ഥാനത്തില് സേവനങ്ങൾ ഹോസ്പിറ്റലിൽ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അസുഖങ്ങൾ മാറ്റിയെടുക്കുന്നു അല്ലെ. അപ്പോൾ ഒരു കോൺട്രാക്ട് വ്യവസ്ഥ രൂപം കൊള്ളുകയാണ്. When the hospital lets in a patient, it enters into an implied contract to provide services needed in the care and treatment of the patient. Then വീണ്ടും പറയുന്നു, this calls for keeping a chronological record of the care and treatment provided by the personnel. അപ്പോ നമുക്കറിയാം ഈ ഒരു അല്ലെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇവരിങ്ങനെ ഒരു കോൺട്രാക്ട് ബേസിൽ അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ എന്താണ് കാലക്രമത്തിൽ ഇവർക്ക് റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണോ പ്രൊവൈഡ് ചെയ്തത്, അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഉദ്യോഗസ്ഥർ നൽകുന്ന പരിചരണത്തിന്റെ അല്ലെങ്കിൽ ചികിത്സയുടെയും കാലക്രമേണയുള്ള അറിവുകൾ സൂക്ഷിക്കാനായിട്ടാണ് ഇത് ഈ ഒരു റെക്കോർഡ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു നല്ലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ സംഭവിച്ചോ എന്ന് കാലക്രമത്തിൽ എന്തെങ്കിലും നോക്കേണ്ടതുണ്ടെങ്കിൽ ഒരു എവിഡൻസ് ആയിട്ടാണ് റെക്കോർഡ് ഉള്ളത്. അതായത് വന്നപ്പോൾ ഇന്ന സമയത്ത് ഇന്ന പേഷ്യന്റ് വന്നിരിക്കുന്നു, ഈ പേഷ്യന്റിന് ഇന്ന ചികിത്സ ഇന്ന ഡോക്ടറാണ് കൊടുത്തിരുന്നത് അല്ലെ, ഇന്ന മെഡിസിൻസ് ആണ് കൊടുത്തേക്കുന്നത്, ഇന്ന മെഡിസിൻസ് ഇന്ന ഡയഗ്നോസിസ് കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ഇന്ന റിസൾട്ടുകളാണ് വന്നത്,
ഇതനുസരിച്ചിട്ട് ഇന്ന രോഗം സ്ഥിരീകരിച്ചു, ഇന്ന മെഡിസിൻസ് ആണ് അപ്ലൈ ചെയ്തത് അല്ലെ. എല്ലാം തന്നെ ഈ റെക്കോർഡിംഗിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു എഗ്രിമെന്റ് ബേസിൽ എന്തൊക്കെയാണ് അല്ലെ, കാലക്രമത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ ഒരു എവിഡൻസ് ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളത്. ഓക്കെയാണോ? വ്യക്തിപരമായിട്ട് ഓക്കെ എന്താണ് ഇതിൽ നടന്നിരുന്നത്? ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനിൽ എല്ലാം കൂടി വളച്ചു കൂട്ടിയിട്ടുള്ള ഒരു കഥ രൂപീകരണയാണ് അവതരിപ്പിച്ചേക്കുന്നത്. പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് താഴേക്ക് പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഓക്കെ. ഈ പോയിന്റ്സ് ജസ്റ്റ് വായിച്ചുകൊണ്ട് വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഉണ്ടോ? 2 മിനിറ്റും കൂടി കണ്ട് സമയം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മിസ്സേ, ഈ ഓഡിറ്റിലെ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എപ്പോഴാണ് കൂടുന്നതെന്നുള്ള കാര്യം ഒന്ന് നോക്കിയത്. അതിലെ പേഴ്സൺസ് അപ്പൊ മിസ്സേ, അതില് മിസ് കാണിച്ച സ്ക്രീനിനകത്ത് ഈ ഇടയ്ക്ക് ഈ ഓഫീസ് ഇൻചാർജ് കഴിഞ്ഞിട്ട് MRD എന്നില്ല, പക്ഷെ ടെക്സ്റ്റിൽ MRD കൊടുത്തിട്ടുണ്ട്. ഓഫീസ് ഇൻചാർജ് കഴിഞ്ഞിട്ടാണ് MRD അല്ലെ. ഓക്കെ ഓക്കെ ബൈ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ദിവസം കാണാം. അപ്പൊ നിങ്ങൾ മെഡിക്കൽ റെക്കോർഡ്സ് ആക്കിയിട്ട് വരിക. ഞാൻ ഓഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു മിസ്.